ഇത്രയും നേരം നമ്മൾ ഭണ്ഡാസുര വധം എന്നുള്ള ഒരു തത്വമാണ് കേട്ടത്. ഭണ്ഡാസുരൻ്റെ പൂർവാവതാരം എന്ന് പറയുന്നത് സാക്ഷാത് മന്മഥനാണ് എന്ന് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. ആ മന്മഥൻ ഹരനേത്രൻ്റെ അഗ്നി കൊണ്ട് സന്ദഗ്ധനായി ചാരമായി. അതിൽ നിന്നാണ് ഭണ്ഡാസുരൻ ഉണ്ടായത്. ആ അസുരനും ഇപ്പം നശിച്ചു. ഇപ്പോൾ സതീദേവിക്ക് തൻ്റെ ഭർത്താവ് വേറൊരു അസുരൻ്റെ രൂപത്തിലായിരുന്നു എങ്കിലും ഒരു ആശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. അങ്ങനെ അവർ വിഷമിച്ച് നിന്നപ്പോൾ ദേവി അവരെ തൻ്റെ അടുത്ത് വിളിച്ച് കാമേശ്വരനെ നോക്കിയതായിട്ടും ആ മുഖാലോകനം, ആ പരസ്പര നോട്ടത്തിൽ നിന്നും വീണ്ടും മന്മഥൻ പുനർജീവിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ നേത്രാഗ്നി കൊണ്ട് ദഗ്ധനായതുകൊണ്ട് ദേവി എല്ലാവർക്കും അതേപോലെ ജീവിപ്പിച്ചില്ല, ശകലമൊന്ന് കുറച്ചു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അയാൾ കാണപ്പെടില്ല. സതീദേവിക്ക് മാത്രം പ്രത്യക്ഷനായിട്ട്, ഇങ്ങനെ രതിദേവിക്ക് മാത്രം പ്രത്യക്ഷമായിട്ട് കാണപ്പെട്ടു. അങ്ങനെ ഹരനേത്രൻ്റെ അഗ്നി കൊണ്ട് സന്ദഗ്ധനായ കാമനെ വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ള ഭണ്ഡാസുര വധത്തിന് ശേഷമുള്ള വൃത്താന്തമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശിവകോപത്തിന് പാത്രീഭൂതനായി കാമൻ. അതിന് സാധാരണ പ്രതിവിധികളൊന്നുമില്ല. ഗുരുഗീതയിൽ ഇങ്ങനെയൊക്കെ പറയും, ശിവേരുഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേ ന കശ്ചന എന്ന് പറയും. ശിവൻ കോപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ഗുരുവിന് രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഗുരു കോപിക്കുകയാണെങ്കിൽ വേറെ ആർക്കും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ദേവി ഗുരുരൂപിണിയാണ്, ഗുരുമൂർത്തി ഗുണനിധി എന്നൊക്കെ ലളിതാസഹസ്രനാമത്തിൽ പിന്നീട് പറയും. ദയമാന ദീർഘനയനാം ദേശികരൂപേണ ദർശിത അഭ്യുദയതാം എന്നൊക്കെ വേറെ സ്തോത്രത്തിൽ ദേവിയെ സ്തുതിക്കും. ദയ കൊണ്ട് ദീർഘമായ നയനങ്ങളോടുകൂടിയവളും ദേശിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവളും സാക്ഷാത്ത് പരാശക്തിയാണ് ഓരോരുത്തരുടെയും ഗുരുവായിട്ട് ഇവിടെ ജനിക്കുന്നത്, ഇവിടെ അവതരിച്ചിരിക്കുന്നത്, അവർക്ക് മാർഗദർശനം ചെയ്യുന്നത്. അതുകൊണ്ട് ദേവി ഗുരുമൂർത്തിയായിട്ട് ഇരുന്നുകൊണ്ട്, ഗുരുരൂപിണിയായിരുന്നുകൊണ്ട് കാമദേവനെ പുനർജീവിപ്പിച്ച് സഞ്ജീവന ഔഷധിയായിട്ട് ദേവി ആയി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. ഈ മന്മഥൻ്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്. കാമം എന്നുള്ള വാക്കിന് ആഗ്രഹം, സകലമായ കാമനകൾ എന്നാണ് അർത്ഥം. ആദ്യം ഒരു രൂപം മന്മഥനുണ്ടായിരുന്നു. സകല കാമനകളുടെയും മൂർത്തിമദ്ഭാവമാണ് കാമദേവൻ. അങ്ങനെ അത് ഹരനേത്രൻ്റെ അഗ്നി കൊണ്ട് സന്ദഗ്ധമായി, ഒന്നുമില്ലാണ്ടായി, ചാരമായി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ജീവിച്ചു. ജഡം പോലെ ഇരിക്കുന്ന സകല കാമത്തോടും കൂടിയിട്ടുള്ള ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ കാമനകളെ മുഴുവൻ നശിപ്പിക്കുന്നു, അതിനെ മുഴുവൻ ഈശ്വരാർപ്പണം ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശരീരമുണ്ടെങ്കിലും അതില്ലെങ്കിലും അത് ഒരുപോലെയാണ്. അനങ്കനായിട്ട് ജീവിക്കുമ്പോഴും അംഗത്തോടുകൂടി ജീവിക്കുമ്പോഴും അദ്ദേഹം സാക്ഷാത് പരമേശ്വര സ്വരൂപമായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ജീവൻ മുക്തനായിട്ട്, സകലമായ പശുപാശങ്ങളും ഇല്ലാത്തവനായിട്ട്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ബന്ധനങ്ങളൊന്നും ഇല്ലാത്തവനായിട്ട്, മറ്റുള്ളവർക്കെല്ലാം ഉപകാരം ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ ശ്വാസവും ഓരോ വാക്കും ഓരോ സങ്കല്പങ്ങളും മറ്റുള്ളവർക്ക് ഗുണപ്രദാനം ചെയ്യുന്നതായിട്ട് തീരുന്നു. അങ്ങനെ ഒരു ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട്, ഒരു ആചാര്യൻ്റെ സാമീപ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതുകൊണ്ട്, ശ്രവണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനനം ചെയ്യുന്നത് കൊണ്ടും അതിനെ നിധിധ്യാസം ചെയ്യുന്നത് കൊണ്ടും സാക്ഷാത് ഗുരു തൻ്റെ ശിഷ്യന് ശ്രുതി, യുക്തി, അനുഭവം എന്നുള്ള 3 വഴികളിലൂടെയും, സ്പർശം, നയനം, സങ്കല്പം എന്നുള്ള 3 രീതിയിലും, ശ്രുതി എന്ന് വെച്ചാൽ
വേദങ്ങളും വേദാർത്ഥങ്ങളും എന്താണ് അത് ഉപദേശിച്ചു കൊടുക്കുന്നു. അത് യുക്തിസഹമാണ്, യുക്തിഭദ്രമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അത് ശിഷ്യൻ അതിനെ നല്ലവണ്ണം ഗ്രഹിക്കുന്നു, അതിനെ തൻ്റെ സ്വായത്തമാക്കുന്നു അനുഭവം കൊണ്ട്. ഗുരു തൻ്റെ അനുഭവത്തിലൂടെ ശിഷ്യൻ ഈ അനുഭവം പകരുന്നു. അങ്ങനെ ശ്രുതി, യുക്തി, അനുഭവം തൻ്റെ തൊടുന്നത് കൊണ്ടും തൻ്റെ ദീക്ഷകൾ കൊണ്ടും, ഹസ്തമസ്തക സംയോഗം എന്നൊക്കെ പറയുന്ന ദീക്ഷകൾ കൊണ്ടും, നോട്ടം കൊണ്ടും, പല സങ്കേതങ്ങളെ കൊണ്ടും ശിഷ്യന് പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ശിഷ്യൻ ഞാൻ ജീവനല്ല, ഞാൻ ശിവനാണ് എന്നുള്ള ബോധത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു ജീവൻ മുക്തി അവസ്ഥയെ പ്രാപിക്കുന്നു. ഇങ്ങനെ ഹരനേത്ര അഗ്നിസന്ദഗ്ധ കാമസഞ്ജീവൻ ഔഷധി. ആദ്യം ജഡമായിരുന്നു, പിന്നെ ശൂന്യമായി, പിന്നെ വീണ്ടും അനങ്കനായിട്ട്, ശരീരമുണ്ടെങ്കിലും ഇല്ലാത്തവനെ പോലെ ജീവൻ മുക്തനായിട്ട് ഒരു ഭക്തൻ മാറുന്നു എന്നുള്ള ഈ ഒരു അനുഭവത്തെയാണ് ഭണ്ഡാസുരവധം എന്നുള്ള ഈ പ്രകരണം തത്വത്തിലൂടെ വളരെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈ പുണ്യമായ കഥാശ്രവണം കൊണ്ട് ധന്യരാകാം, ജീവൻ മുക്തിക്ക് വേണ്ടി ശ്രമിക്കാം. അതിന് അമ്മ അനുഗ്രഹിക്കട്ടെ.